എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ഇതിനെ തടയാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ ന്യൂസ് അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് ഉയർന്നു നിൽക്കുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന വാക്കിനകത്ത് തന്നെയുണ്ട് ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ പൂർണ്ണമായിട്ടുള്ള മനസ്സോ ഇല്ലാതെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പല പ്രലോഭനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങൾ വഴിയോ കടത്തിക്കൊണ്ടു പോവുകയും അവിടെ അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ അല്ലെങ്കിൽ തൊഴിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ സെക്സ് വർക്കിൽ ഏർപ്പെടാൻ, അതുമല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാലവേല, ഭിക്ഷാടനം പോലുള്ള ഏതൊരു സാഹചര്യത്തിനും വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ട്രിഗറിംഗ് പോയിന്റ് ആണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രോബ്ലം. ഇത്തരത്തിലുള്ള പ്രോബ്ലം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? നമുക്കറിയാം, ഏകദേശം NCRTയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 6616 ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് കഴിഞ്ഞ വർഷം തന്നെ 2020 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയധികം ട്രാഫിക്കിംഗ് വളരെ ശക്തമായി നടക്കുന്നത് എന്നതാണ് മറ്റൊരു സംശയിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. സോ എനിവേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. നമ്മൾ പറഞ്ഞു, ട്രാഫിക്കിംഗ് എന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് എന്താണ് ട്രാഫിക്കിംഗ് എന്ന ഒരു സാഹചര്യം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ അനുവാദമോ കൂടാതെ ആ വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തടത്തിക്കൊണ്ടു പോവുകയും അവിടെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ താല്പര്യപ്പെടാത്ത മേഖലകളിൽ ജോലി ചെയ്യിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുകയും അതുവഴി നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ഒരു നയമാണ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺ പ്രിവെൻഷൻ, കെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ ബിൽ 2021. ഇതെന്തൊക്കെയാണ് ഈ പുതിയ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബില്ലിന്റെ പ്രയോജനങ്ങൾ എന്താണ്, ആ ബില്ലിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നൊക്കെ നോക്കാം. ഇറ്റ്സ് prevent and counter trafficking in person, especially women and children. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23(1) പലപ്പോഴും ഈ സ്ത്രീകളുടെയും കുട്ടികളെയും കടത്തിക്കൊണ്ടു പോവുകയും അല്ലെങ്കിൽ മനുഷ്യക്കടത്തിനെതിരെയുള്ള അവകാശമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എന്താണ്, ഒരു നിയമം മൂലം ഒരു ഉറപ്പുവരുത്തിയ ഒരു സാഹചര്യമാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബിൽ 2021. ഏറ്റവും ആദ്യത്തെ ലക്ഷ്യമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടുന്ന സമൂഹത്തിനെ ട്രാഫിക്കിംഗ് ചെയ്യുന്നതിൽ നിന്നും കടത്തുന്നതിൽ നിന്നും തടയുകയും സംരക്ഷിക്കുകയും റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ആണ് ഈ ഒരു ബില്ലിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. 2, പ്രൊവൈഡിങ് കെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ടു ദ വിക്ടിംസ് while respecting their rights, while creating a supportive legal, economic and social environment for them. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാഫിക്കിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ട്രാഫിക്കിങ്ങിന്റെ വിക്ടിം ആയിട്ടുള്ള വ്യക്തികളുടെ പ്രൊട്ടക്ഷൻ മാത്രമല്ല, അവരെ തിരിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു സാധ്യത കൂടി ഈ ബില്ല് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയുന്നത്. ഒരു വ്യക്തി അനുഭവിച്ചിട്ടുള്ള മെന്റൽ അഗണി, മെന്റൽ ട്രോമ, ഇതിന് വേണ്ടുന്ന ഈ സാഹചര്യത്തിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള മുറിവുകൾ ഉണക്കുവാൻ വേണ്ടുന്ന റീഹാബിലിറ്റേഷൻ, കൗൺസിലിംഗ്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഏതൊരു സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺ പ്രിവെൻഷൻ ആൻഡ് കെയർ റീഹാബിലിറ്റേഷൻ ബിൽ 2021 നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. It ensures the prosecution of offenders and no matters connected therewith incidental thereto. The previous draft has been introduced in 2018 and has been passed by Lok Sabha despite opposition from both parliamentarian as well as experts. Experts say that nearly all the concerns raised in 2018 have been addressed in this new draft bill. 2018 പുതിയ ഒരു ബില്ല് കൊണ്ടുവരികയും അതിനെ ശക്തമായ ആളുകൾ പാർലമെന്റേറിയൻസ് വിമർശിക്കുകയും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു സമഗ്രമായിട്ടുള്ള പരിഷ്കാരത്തോടു കൂടിയാണ് 2021 ഈ ബിൽ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. ഒന്ന്, ഏതെങ്കിലും തരത്തിലുള്ള
ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ തടയാനും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനും വേണ്ടി നിർബന്ധിക്കുന്നു. 2, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാഫിക്കിങ്ങിൽ വിക്ടിമായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടും ശാരീരികവുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ നൽകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പറഞ്ഞത്. 3, കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുന്ന വരെയുമുള്ള ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടുന്ന ഒരു ഊർജം ഈ ബില്ലിന് നൽകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. The bill has increased the scope of the nature of offences of trafficking as well as the kind of victim of these offences with the stringent penalties including life imprisonment and even death penalty in cases of an extreme nature. ചില സാഹചര്യങ്ങളിൽ ഒരു തരത്തിൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ശിക്ഷാ നടപടികളായിട്ടും ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ നൽകാൻ ഈ ഒരു നിയമം അല്ലെങ്കിൽ ബില്ല് അനുശാസിക്കുന്നു. ഈ ജീവപര്യന്തം തടവ് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ എക്സ്ട്രീം കേസുകളിൽ മരണശിക്ഷ വിധിക്കാൻ വരെയുള്ള ഒരു നിയമനിർമ്മാണമാണ് ഈ ബിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. Imprisonment of some years. Penalty will hold a minimum of 7 years, which can go up to an imprisonment of 10 years and fine of ₹5 lakh. നേരത്തെ എന്തായിരുന്നു, ഒരു 7 വർഷമായിരുന്നു. 7 വർഷം മുതൽ 10 വർഷം വരെയുള്ള ഇംപ്രീസൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 ലക്ഷം രൂപ വരെ തടവുമുണ്ട്. രണ്ടാമത്തെ ഇംപ്രീസൺമെന്റ് ജീവപര്യന്ത തടവ് വേണമെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു അപ്ഗ്രഡേഷൻ ആണ് ഈ ബിൽ കൊണ്ടുവരുന്നത്. ഇൻ മോസ്റ്റ് കേസസ് ഓഫ് ചൈൽഡ് ട്രാഫിക്കിംഗ്, especially in the case of trafficking of more than one child, the penalty is now life imprisonment. കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടു പോകുക അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നവർക്ക് ജീവപര്യന്തം തടവാണ് ഈ ഒരു നിയമം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. That when a person is convicted of an offense under this section against a child of less than 12 years of age or against a woman or for the purpose of repeated rape, the person shall be punished with rigorous imprisonment of 20 years, but which may extend to life, or in case of second or subsequent conviction with death. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെയുള്ള ഒരു കടത്തിക്കൊണ്ടുപോകലാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയെ കടത്തിക്കൊണ്ടുപോകുകയാണെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് റേപ്പ്, റിപ്പീറ്റഡ് റേപ്പ് അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ ആ തലത്തിലുള്ള വീണ്ടും ഒരു ക്രൈമിലേക്കാണ് ഒരു വ്യക്തി പോകുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ 20 വർഷം വരെ തടവും, ആ 20 വർഷം വരെയുള്ള തടവ് മാത്രമല്ല അപ് ടു ഡെത്ത് പെനാൽറ്റി കൊടുക്കാനുള്ള അധികാരം ഈ ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകുന്നു. ഒന്നുകൂടെ പറയാം. Death when a person is convicted of an offense under this section against a child of less than 12 years. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിക്കെതിരെയുള്ള അതിക്രമമാണെങ്കിൽ അതായത് ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ അതിനെ റേപ്പ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ വ്യക്തിക്ക് 20 വർഷം വരെ തടവ് ലഭിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ജീവപര്യന്തം തടവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓർ ഇൻ കേസ് ഓഫ് സബ്സിക്വന്റ് കൺവിക്ഷൻ വിത്ത് ഡെത്ത്, വീണ്ടും ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മരണശിക്ഷ വരെ വിധിക്കാനുള്ള അധികാരം നൽകുന്നു എന്നുള്ളതാണ്. 12 വയസ്സ് താഴെയുള്ള പെൺകുട്ടി അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് എ വുമൺ ഫോർ ദ പർപ്പസ് ഓഫ് റിപ്പീറ്റഡ് റേപ്പ്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെയുള്ള റിപ്പീറ്റഡ് റേപ്പ് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സ്ത്രീയെ കടത്തിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ ഒരു 12 വയസ്സ് താഴെയുള്ള പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോവുകയോ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ 20 വർഷം വരെ ജയിൽ ടേം അവാർഡ് ചെയ്യാനും അതല്ല എന്നുണ്ടെങ്കിൽ അത് ലൈഫ് ഇംപ്രിസൺമെന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മരണശിക്ഷ വരെ വിധിക്കുവാനുള്ള അധികാരം ഈ ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകുന്നു. The law will extend to all citizens inside as well outside India. ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഏതൊരു പൗരനും ഈ നിയമം ആപ്ലിക്കബിൾ ആണ്. Person on any ship or aircraft registered in India wherever it may be or carrying Indian citizens wherever they may be, a foreign national or a stateless person who has his or her residence in India at the time of commission of an act under this act.
and the law will apply to every offense of trafficking in person with cross-border implications. അതായത് the law will extend to all citizens inside as well as outside India. അതായത് ഒരു വ്യക്തി ഇന്ത്യക്ക് അകത്തോ പുറത്തോ ഉള്ള ഒരു റീജിയണിൽ ഈ ഒരു വിമാനത്തിലോ ഒരു കപ്പലിലോ ആണ് ഈ ക്രൈം ഏർപ്പെടുന്നതെങ്കിൽ അതിന്റെ കുറ്റവാളി ഒരു സ്റ്റേറ്റ്ലെസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ നാഷണൽ ആണെങ്കിൽ ആ ക്രൈം ഓഫ് അല്ലെങ്കിൽ ആക്ട് ഓഫ് ക്രൈമിന്റെ ആ ടൈമിൽ ആ വ്യക്തി ഇന്ത്യയിൽ താമസിച്ചിരുന്നുള്ള ആളായിരുന്നെങ്കിൽ ദ സെയിം ലോ വിൽ ബി ആപ്ലിക്കബിൾ ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ആസ് വെൽ. അതായത് ഫ്ലൈറ്റിലായിരുന്നു, ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് വെച്ചായിരുന്നു, ഇന്ത്യയുടെ എയർ ടെറിട്ടറിക്കും പുറത്തു വെച്ചായിരുന്നു ഈ ക്രൈം നടക്കുന്നത് എങ്കിൽ പോലും അതൊരു ഇന്ത്യൻ പൗരനെതിരെയാണെങ്കിൽ, ആ വിമാനം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ, ആ ക്രൈം നടക്കുന്ന സമയത്ത് ആ വ്യക്തി ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആളാണെങ്കിൽ ദ സെയിം ലോ വിൽ ബി ആപ്ലിക്കബിൾ ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ആസ് വെൽ. അതായത് ഇതിനകത്ത് എന്താണ് ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദിസ് നേഷൻ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളിൽ ഈ ഒരു നിയമം വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വളരെയധികം ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. Property bought via such income as well as used for trafficking can now be forfeited with provision set in place. അതായത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്രൈമിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെട്ടുള്ള ഇൻകം കൊണ്ട് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി can also be forfeited. The scope of the bill offenders will also include defense personnel, government servants, doctors and paramedical staff or anyone in a position of authority. ആർക്കും എന്താണ് ഇത് ഈ ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഏത് തരത്തിലുള്ള ഒഫൻഡേഴ്സ് വിൽ ഓൾസോ ഇൻക്ലൂഡ് ഡിഫൻസ് പേഴ്സണൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവൻസ്, ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് ഓർ എനിവൺ ഇൻ എ പൊസിഷൻ ടു അതോറിറ്റി. നമ്മൾ റീസെന്റ് കേട്ടിട്ടുള്ള ചില കേസുകളിൽ പലപ്പോഴും സ്ത്രീ ഈ തരത്തിലുള്ള കേസിന് അടിമപ്പെടാൻ അല്ലെങ്കിൽ കേസിന് വിധേയയാക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും അധികാരം ഉപയോഗിച്ചിട്ടുള്ള ഒരു ധാർഷ്ട്യമാണ്. അത്തരത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഏതൊരു സാഹചര്യത്തെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ലിന് ഇങ്ങനെ ഒരു പരിവേഷം നൽകിയത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് സെൻട്രൽ ആയിട്ടുള്ള പല കേസുകളിലും ഈവൻ ദോ ആ പർട്ടിക്കുലർ വ്യക്തിയെ അക്വൈറ്റൽ ആയിട്ട് അല്ലെങ്കിൽ കോടതി വെറുതെ കുറ്റവിമുക്തനാക്കിയിരുന്നെങ്കിൽ പോലും ദ കോർ റീസൺ ബിഹൈൻഡ് ദാറ്റ് ആക്ട് ഓഫ് ക്രൈം വാസ് എ കൈൻഡ് ഓഫ് അതോറിറ്റി. എന്ത് അതോറിറ്റി? അയാൾ ആ സ്ത്രീ ജോലി ചെയ്തിരുന്ന ഒരു പത്രസ്ഥാപനത്തിന്റെ മേധാവി എന്ന അധികാരത്തിൽ തന്റെ ജോലി നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ട് ഒരു സ്ത്രീയെ അവരെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി ചൂഷണം ചെയ്തതിനാൽ ആ ചൂഷണം ഇനിയും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ ഈ ബില്ല് എടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത, ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. The National Investigation Agency, which looks at national security concern, will be the main investigative agency and therefore will look at cross-border offenses. The cross-border offense ഉണ്ടെങ്കിൽ NIA will be in the position to inquire on all these kind of crimes. Exploitations have been given a very encompassing definition, which could include at a minimum exploitation of the prostitution of others or other forms of sexual exploitation, including pornography, act of physical exploitation, forced labor, forced removal of organs, illegal clinical drug trials, illegal biomedical research. ഈ തരത്തിലുള്ള ഏതൊരു സാഹചര്യവും എന്താണ് ഒരു എക്സ്പ്ലോയിറ്റേഷന്റെ കീഴിലും അല്ലെങ്കിൽ ഈ ട്രാഫിക്കിങ്ങിന്റെ കീഴിലുമാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? പലപ്പോഴും ഒരു പർട്ടിക്കുലർ മിഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി മാത്രമായിരിക്കില്ല കടത്തിക്കൊണ്ട് പോകുന്നത്. ചിലപ്പോൾ ഓർഗൻ തെഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇല്ലീഗൽ ക്ലിനിക്കൽ ട്രയൽസ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ലേവറി, അടിമത്വം, നിർബന്ധിത ജോലി, അടിമവേല തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാവാം. അത്തരത്തിലുള്ള ഏതൊരു സാഹചര്യത്തെയും കൗണ്ടർ ചെയ്യുക എന്നതാണ് ഈ ബില്ലിന്റെ മറ്റൊരു ലക്ഷ്യം. The bill also extends to now include transgenders as well as any person who may be a victim of trafficking.
ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമാണ് ഈ ട്രാഫിക്കിങ്ങിന്റെ അകത്ത് കാണുന്നുള്ളൂ. അയാളുടെ ജെൻഡറോ അയാളുടെ സെക്ഷൽ ഓറിയന്റേഷനോ ഒന്നും ഇവിടുത്തെ ചോദ്യമായിട്ട് വരുന്നില്ല. The bill does away with the provision that the victim generally necessarily need to be transported from one place to another to be defined as victim. The bill does away with the provision that a victim necessarily need to be transported from one place to another to be defined as a victim. അത്തരത്തിലുള്ള ഒരു സാഹചര്യം, അതായത് ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് അയാളെ വിക്ടിമായിട്ട് കാണുകയുള്ളൂ എന്ന തീരുമാനമാണ് ഇവിടെ പുനഃപരിശോധിക്കുക ഉണ്ടായത്. After the enactment of the Act, Center will establish a national anti-trafficking committee, which will help in ensuring overall effective provisions of the law. The Home Secretary will be the chair, and the Secretary of Women and Child Development will co-chair it. അതായത് നാഷണൽ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെടും. അതിന്റെ ചെയർപേഴ്സൺ ഹോം സെക്രട്ടറി ആയിരിക്കും. അതിന്റെ കോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിനായിരിക്കും അതിന്റെ കോ ചെയർ എന്ന അധികാരം ഉണ്ടാകുക. എന്തൊക്കെയാണ് ഭരണഘടനാപരമായിട്ട് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നമുക്കുള്ളത് നോക്കാം. ഒന്ന്, ആർട്ടിക്കിൾ 23 ക്ലോസ് 1, ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺസ്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് enshrined in the Constitution of India. 2, Immoral Traffic Prevention Act 1956. It aims to stop immoral trafficking and prostitution in India and is divided into 25 sections and 1 schedule. Immoral Trafficking and Prevention Act ITPA. Section 366A of Indian Penal Code. It prohibits kidnapping, and Section 372 of IPC prohibits selling minors into prostitution. 3, Bonded Labor System Abolition Act 1976, Child Labor Prohibition and Abolition Act 1986, and Juvenile Justice Act. All these prohibit bonded and forced labor. Protection of Children from Sexual Offences Act 2012. It is a special law to protect children from sexual abuse and exploitation. മറ്റ് ചില നിയമങ്ങളാണ് Prohibition of Child Marriage Act 2006, Bonded Labor System Abolition Act 1976, Child Labor Prohibition and Regulation Act 1986, Transplantation of Human Organs Act 1994, specific sections in the IPCs like sections 372, 373 dealing with selling and buying of girls for the purpose of prostitution. Steps taken by state government. States have also enacted specific legislation to deal with issue like Punjab Prevention of Human Smuggling Act 2012. ഇതൊക്കെയാണ് ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലെജിസ്ലേറ്റീവ് പ്രൊവിഷൻസ് ടു കൗണ്ടർ ട്രാഫിക്കിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യക്കടത്തുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണങ്ങളും ചില ഭരണഘടനാ മൂല്യങ്ങളുമാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ കണ്ടത്. എന്തൊക്കെയാണ് ഇനി ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ഗവൺമെന്റിന്റെ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 1, ആന്റി ട്രാഫിക്കിംഗ് സെൽ ATC. ഇറ്റ് വാസ് സെറ്റ് അപ്പ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇത് ഓർത്ത് വെക്കുക, ചിലപ്പോൾ പ്രിലിമിനറിക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആന്റി ട്രാഫിക്കിംഗ് ബിൽ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇൻ 2006 to act as a focal point for the communicating various decisions and follow up on action taken by state government to combat crime of human trafficking. 2, Women Help Desk. It was established 10,000 police stations across the country. Ministry of Home Affairs, under the comprehensive scheme of strengthening law enforcement response in India against trafficking in person through training and capacity building, has released fund for establishment of anti-human trafficking unit of 270 districts of the country. Judicial Colloquium. In another order to train and sensitize trial court judicial officers, judicial colloquium on human trafficking are held at high court level. The aim is to sensitize judicial officers about the various issues concerning human trafficking and to ensure speedy court processes. അത് പലപ്പോഴും എന്താണ് ഒരു നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ജസ്റ്റിസ് ഡിനയൽ അല്ലെ, വൈകി കിട്ടുന്ന നീതി എപ്പോഴും നീതി നിഷേധമാണ് എന്ന് പറയാറുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളിൽ ജസ്റ്റിസ് ഡിനൈ ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ്, അഡീഷണൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ജുഡീഷ്യൽ ഓഫീസേഴ്സിന് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഹൈക്കോടതി ലെവലിൽ നടത്തുന്ന ഒരു സാധ്യതയാണ് ജുഡീഷ്യൽ കൊളോക്യം എന്ന് പറയുന്നത്. അടുത്തത്
So far, 11 judicial colloquiums have been held at Chandigarh, Delhi, Himachal Pradesh, Maharashtra, Chhattisgarh, Tamil Nadu, Andhra Pradesh, Bihar, Uttar Pradesh, Jharkhand and Odisha. ഇവിടെ വേണമെങ്കിൽ പ്രിലിംസിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ജുഡീഷ്യൽ കൊളീജിയം നമ്മൾ സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഹെൽഡ് ചെയ്തത്, ഏതൊക്കെ അല്ല എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 11 സംസ്ഥാനങ്ങളിലെ ഇതുവരെ ജുഡീഷ്യൽ കൊളീജിയം കൊണ്ടുവന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ചണ്ഡീഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് ആൻഡ് ഒഡീഷ. അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. Challenges: official complicity of in trafficking remains a concern. The success rate in conviction in human trafficking cases is very poor, and acquittal rate for traffickers in India remains high at 73%. പലപ്പോഴും എന്താണ് ട്രാഫിക്കിങ്ങിന്റെ അക്വിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അക്വിറ്റൽ എന്ന കുറ്റവിമുക്തനാക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും 73% അധികമാണ് ഇന്ത്യയിലുള്ളത്. അതായത് ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് എടുത്തു കാണിക്കപ്പെടാറുണ്ട്. Although law enforcement increased victim identification, they identified disproportionately few victims compared with scope of the problem, with some organization estimating 8 million trafficking victims in India. ഏകദേശം 8 മില്യൺ, ഏകദേശം 80 ലക്ഷത്തിലധികം വിക്ടിംസ് ഈ രാജ്യത്തുണ്ട്. പക്ഷേ ഇവർ കുറ്റവാളികളെ ഐഡന്റിഫൈ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ ഒരു വലിയ ഒരു ഡിസ്പാരിറ്റി, ഒരു പ്രോബ്ലം ആയിട്ട് ഇതിനകത്ത് എടുത്തു വരാറുണ്ട്. പോലീസ് ഇൻ ഇന്ത്യ continue to file trafficking cases under Juvenile Justice Act and some other sections of IPC, which criminalize many forms of forced labor. However, these provisions were even unevenly enforced, and some of their prescribed penalties were not sufficiently stringent. Allowing for only fines for short sentences, this might be addressed by the draft bill. പലപ്പോഴും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെറിയ ശിക്ഷകൾ നൽകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഫൈനുകളോ അല്ലെങ്കിൽ ആവശ്യത്തിന് ശിക്ഷാ നടപടികൾ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഈ കേസുകൾ പലപ്പോഴും ജുവനൈൽ ജസ്റ്റിസിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് പലപ്പോഴും വേണ്ടത്ര രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടാറില്ല. എന്നാൽ പുതിയ നിയമപ്രകാരം 28 അല്ലെങ്കിൽ 20 എന്താണ് ലൈഫ് ടൈം അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റിലേക്കും എത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഇവിടെ സോൾവ് ആകും എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. 3 Indian states reported to a third of all trafficking cases, but was most likely due to more sophisticated reporting in those states and territories rather than large trafficking problem. Better reporting mechanisms required. അതുകൊണ്ട് എപ്പോഴും എന്താണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ബെറ്റർ റിപ്പോർട്ടിംഗ് സിസ്റ്റംസിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ബെറ്റർ റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ് നമ്മൾക്ക് വേണ്ടത്. പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് ഷീ പോലീസ് എന്നും പിങ്ക് പോലീസ് എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ഗവൺമെന്റ് പോലീസ് സേനകളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാനിക് ബട്ടൺ പോലുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ വിമൻ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൊബൈൽ ഫോൺസ് ആസ് വെൽ. അതുകൊണ്ട് തന്നെ എന്താണ് പലപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കൗണ്ടർ ചെയ്യാൻ പലപ്പോഴും വിമൻ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിമൻ ഫ്രണ്ട്ലി ആക്കണമെങ്കിൽ നമുക്ക് എന്താവണം, നമുക്ക് സ്ത്രീകളെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്സിലേക്ക് ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റവും മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. Efforts to audit government run or funded shelters remain inadequate, and significant shortcomings in protection for victims, especially children, remain unaddressed. Many victims waited years to receive central government and mandated compensation, and often states and district legal officers did not proactively request the compensation or assist victim in filing applications. പലപ്പോഴും എന്താണ് സ്ത്രീ വിക്ടിംസിന് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടങ്ങളും അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പൊ അത്ര വളരെ നീണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റിസ് ഡിനൈ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. So some foreign trafficking victims remain in state-run shelters for years due to lengthy or non-existing repatriation process.
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സജഷൻസ് എന്തൊക്കെയാണ്? Encourage state and territory compliance with Supreme Court's recommendation to audit all government-run funded shelter homes. എല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് റൺ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള എല്ലാ തരത്തിലുള്ള ഷെൽട്ടർ ഹോംസിനെയും ഓഡിറ്റ് എടുക്കുക. സീസ് പെനലൈസേഷൻ ഓഫ് ട്രാഫിക്കിംഗ് വിക്ടിംസ്, അല്ലെങ്കിൽ ട്രാഫിക്കിംഗ് വിക്ടിംസിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ വിക്ടിംസിനെ ശിക്ഷിക്കുന്ന നടപടികളിൽ ഒഴിവാക്കുക. ഡീലിംഗ് പ്രൊവിഷൻസ് ഓഫ് 2016 ബോണ്ടഡ് ലേബർ സ്കീം, overall victim compensation from conviction of the trafficker. Cease detention of adult trafficking victims in government run and government funded shelters. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡൾട്ട് ആയിട്ടുള്ള ട്രാഫിക്കിംഗ് വിക്ടിംസിനെ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഷെൽട്ടർ ഹോംസിൽ തടവിലാക്കുന്ന ഒരു സാധ്യതയിൽ നിന്നും ഒഴിവാക്കുക. The definition of trafficking in section 370 of IPC to include labor trafficking and ensure that fraud or coercion are not required to prove child sex trafficking crime. Increase oversight of and protection of workers in the informal sectors, including home-based workers. അതായത് ഡൊമസ്റ്റിക് എയ്ഡിന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്കാർ, അതിനൊക്കെ ഒരു ഗവൺമെന്റ് ഓവർസൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സാഹചര്യം എന്ന് പറയുന്നത്. Lift bans on female migration through agreements with the destination countries that protect Indian workers from human trafficking. Update and implementing national action plan to combat trafficking. പലപ്പോഴും എന്താണ്, പല രാജ്യത്തിന് പുറത്തു പോകുന്ന സ്ത്രീകൾ, അവർ ഡൊമസ്റ്റിക് എയ്ഡിന് പോകുന്ന സ്ത്രീകൾ പലപ്പോഴും ട്രാപ്പ് ചെയ്യപ്പെടാറും അല്ലെങ്കിൽ ട്രാഫിക്കിങ്ങിൽ ഇടപെടാറും അല്ലെങ്കിൽ ട്രാഫിക്കിങ്ങിന് വിക്ടിംസ് ആയി മാറാറുമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഗവൺമെന്റ് ഓവർസൈറ്റിലുള്ള നോർക്ക റൂട്ട്സ് പോലുള്ള സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അവിടെ എന്ത് ചെയ്യാൻ, ഈ തരത്തിലുള്ള പോസ്റ്റിംഗ് പൊസിഷനിങ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുക. അത് ഇന്ത്യൻ ഡിപ്ലോമാറ്റിന്റെ കീഴിൽ, അധികാരത്തിന്റെ കീഴിലേക്ക് ഇത്തരത്തിലുള്ള ഏതൊരു സാഹചര്യത്തിലും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷന് വേണ്ടുന്ന നടപടികൾക്ക് വേണ്ടുന്ന സാധ്യത അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊവൈഡ് ആന്റി ട്രാഫിക്കിംഗ് ട്രെയിനിങ് ഫോർ ഡിപ്ലോമാറ്റിക് പേഴ്സണൽസ്, അതായത് വിദേശ നയതന്ത്ര മന്ത്രാലയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആന്റി ട്രാഫിക്കിംഗ് ട്രെയിനിങ് കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കണ്ടിന്യൂ ടു ഡിസെമിനേറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ വിക്ടിം ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിഫറൽ ആൻഡ് ട്രെയിൻ ഒഫീഷ്യൽസ് ഓൺ ദെയർ യൂസ്. ഒരു SOP എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യണം? വിക്ടിം ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന ട്രെയിനിങ് ഒഫീഷ്യൽസിന് നൽകുകയും ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളുടെ ബില്ലുകൾ ചെയ്യാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ പുതിയ 2021 ആന്റി ട്രാഫിക്കിംഗ് ബില്ലിന്റെ പ്രത്യേകതകളും ഇതൊക്കെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചില ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ ട്രാഫിക്കിംഗ് ഇംപ്ലിമെന്റഡ് ബൈ ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന, ഇന്ത്യ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ചില ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് UN കൺവെൻഷൻസ് നോക്കാം. India has ratified United Nations Convention on Transnational Organized Crime, UNCTOC, which has one of its protocol prevention, suppression and punishment of trafficking in person, particularly women and children. ഒന്ന് UNCTOC ആണ്. രണ്ട്, United Nations Office on Drugs and Crime, UNODC, is responsible for implementing the protocol. It offers practical help to states with the drafting laws, creating comprehensive national anti-trafficking strategies and assisting in resource to implement them. മൂന്നാമത്തേതാണ് ബ്ലൂ ഹാറ്റ് ക്യാമ്പയിൻ. ഇത് ചിലപ്പോൾ പ്രിലിംസിന് ചോദിക്കാം, ബ്ലൂ ഹാറ്റ് ക്യാമ്പയിനുമായി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ആന്റി ട്രാഫിക്കിംഗ് പ്രോഗ്രാം സ്റ്റാർട്ടഡ് ബൈ UNODC. UNODC എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം. അതിന്റെ കീഴിൽ ഇന്റർനാഷണൽ ആന്റി ട്രാഫിക്കിംഗ് പ്രോഗ്രാം ആണ് ഈ ബ്ലൂ ഹാർട്ട് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. വേരിയസ് ആക്ഷൻസ് ഹാവ് ബീൻ ടേക്കൺ ടു ഇംപ്ലിമെന്റ് ദ കൺവെൻഷൻസ് ആൻഡ് ആസ് പെർ പ്രോട്ടോകോൾ Criminal Law Amendment Act 2013 has been enacted, wherein human trafficking has specifically been defined. രണ്ട് SAARC കൺവെൻഷൻസ് ആണ്. ഒന്ന്, India has ratified SAARC Convention on Preventing and Combating Trafficking in Women and Children for Prostitution. രണ്ട്, Regional Task Force was constituted to implement SAARC Convention. ഒന്നാമത്തെ SAARC Convention എന്തായിരുന്നു? പ്രിവെന്റിംഗ് ആൻഡ് കോമ്പാറ്റിംഗ് ട്രാഫിക്, സ്ത്രീകളുടെയും കുട്ടികളുടെയും അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി കടത്തിക്കൊണ്ടു പോകുന്ന സ്ത്രീകളുടെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്ന നിർദ്ദേശം SAARC കൺവെൻഷൻ വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് റീജിയണൽ ടാസ്ക് ഫോഴ്സ് RTF,
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു ഇംപ്ലിമെന്റ് സാർക്ക് കൺവെൻഷൻ ആസ് വെൽ. 3. ബയലാറ്ററൽ മെക്കാനിസം ഫോർ ഡീലിംഗ് വിത്ത് ക്രോസ് ബോർഡർ ട്രാഫിക്കിംഗ് ആൻഡ് ടു അഡ്രസ് various issues relating to preventing trafficking, victim identification and repatriation, and make the process speedy and victim friendly between India and Bangladesh. A task force of India Bangladesh was constituted. എന്തായിരുന്നു ലക്ഷ്യം? എന്തായിരുന്നു? ക്രോസ് ബോർഡർ ട്രാഫിക്കിംഗ് ഇല്ലാതാക്കുക, അതുപോലെ തന്നെ എന്താണ് ട്രാഫിക്കിനെ തടയാൻ ശ്രമിക്കുക, വിക്ടിംസിനെ കണ്ടെത്തുവാൻ ശ്രമിക്കുക, അവർ തിരികെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇതിനു വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ. 2. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU between India and Bangladesh on bilateral cooperation for prevention of human trafficking in women and children, rescue, recovery, repatriation and reintegration of victims of trafficking was signed in June 2015. Universal Declaration of Human Rights 1948 established the right of every human to live with dignity and prohibit slavery. It's a non-binding declaration. 1948 Universal Declaration of Human Rights UDHR കൊണ്ടുവന്നു. എന്തുകൊണ്ടായിരുന്നു? ഓരോ വ്യക്തിക്കും ഒരു സാധാരണ മനുഷ്യനും അന്തസ്സോടുകൂടി ജീവിക്കാനും അല്ലെങ്കിൽ അടിമത്തത്തിന് വിധേയപ്പെടാതെ ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു നോൺ ബൈൻഡിങ് ഡിക്ലറേഷൻ ആണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5, Goal 8, Goal 16. Goal 5, achieve gender equality and empower all women and girls. Promote sustained, inclusive and sustainable development of growth, full and productive employment and decent work for all. And Goal 16, promote peaceful and inclusive society for sustainable development, provide access to justice for all and build effective, accountable and inclusive institution for at all levels. ഇതൊക്കെയാണ് പല ഇന്റർനാഷണൽ കോൺവെൻഷൻസും അത് ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ചില ചില ഇന്റർനാഷണൽ കോൺവെൻഷൻസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. അപ്പൊ ഇത് ചിലപ്പോൾ ഇന്ത്യ ഏതൊക്കെയാണ് അംഗീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും, പ്രിലിംസിന്റെ ചോദ്യം ഉണ്ടാവും, ചിലപ്പോൾ ഈവൻ നിങ്ങളുടെ മെയിൻസ് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് എഴുതുമ്പോഴും ഈ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു സാഹചര്യമുണ്ട്. സോ ട്രൈ ടു മേക്ക് നോട്ട്സ് അക്കോർഡിംഗ്ലി ആൻഡ് മേക്ക് each and every note in that manner as well. Thank you all for your time and patient listening. Have a great day.